ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, അതായത് വെണ്ടയ്ക്ക പാൽക്കറി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വെണ്ടയ്ക്ക പാൽക്കറി എങ്ങനെ തയ്യാറാക്കണേ എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഓയിൽ ഒഴിച്ച് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കടായി ഒന്ന് ചൂടാക്കാം. ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ നമുക്കിനി കടായി ചൂടായിട്ടുണ്ട്, നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക, അത് ഞാനിവിടെ കാണിച്ചു തരാം. വെണ്ടയ്ക്ക എൻ്റെ കയ്യിൽ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കണേ. അപ്പോൾ ഇതാ വെണ്ടയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്, ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിന് മുന്നേ വെണ്ടയ്ക്ക കിച്ചടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. എന്നാൽ വല്ലാണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയും വേണ്ട കേട്ടോ. അപ്പോൾ ഓയിലൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. നമുക്ക് ഒരു നുള്ള് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെണ്ടയ്ക്കയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഉച്ചയ്ക്കൊക്കെ നമുക്ക് ചോറിന് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിൽ വെണ്ടയ്ക്ക പാൽ കറി എന്ന് പറയുന്നത് നമ്മൾ തേങ്ങാപ്പാലാണ് ഇതിൽ ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ടാണ് വെണ്ടയ്ക്ക പാൽ കറി എന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്. പിന്നെ വെണ്ടയ്ക്കയുടെ കനം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു വലുപ്പം കൂട്ടാം, കുഴപ്പമില്ല. ഇത് പെട്ടെന്ന് ആവാൻ വേണ്ടി വല്ലാണ്ട് കനം കുറയാനും പാടില്ല. വല്ലാണ്ട് കനം കുറഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഒരു മീഡിയം സൈസിലെങ്കിലും നമ്മൾ ഇതുപോലെ വട്ടത്തിൽ എന്താ പറയുക കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. വല്ലാണ്ട് എന്താ പറയുക അങ്ങനെ മുരിച്ചത്, ഇത് വല്ലാണ്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. കരിയാണ്ട് എടുക്കണേ, കരിയാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് മൊത്തം പോവും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ, ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് വെച്ചിട്ടൊരു ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഇത് ഏകദേശം ആയിട്ടുണ്ട്, നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതേ എണ്ണയിലുണ്ട്. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിലുണ്ട് കേട്ടോ, കുറച്ച് ഓയിൽ ഇതിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എന്തായാലും ഇതിലുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ നമുക്കിനി ബാക്കി എന്താ പറയുക ഒരു ചെറിയൊരു മസാല ഉണ്ടാക്കാനുണ്ട്. അതായത് സവോളയൊക്കെ ചേർത്തിട്ട് വഴറ്റാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടി, ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം.
അപ്പോൾ സവോള, പച്ചമുളക്, ഇഞ്ചി നമ്മൾ ചേർത്തിട്ട് വഴറ്റാം. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാം. വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇങ്ങനെ നന്നായിട്ട് മുരിയണം അങ്ങനെയൊന്നും വേണ്ട. സവോള ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോൾ സവോള ഒന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. പച്ചമുളകിൻ്റെ എരിവൊക്കെ നോക്കിയിട്ട് ചേർക്കുക. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അത്ര എരിവ് ഇല്ലാത്തൊരു പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ ഒരെണ്ണമൊക്കെ മതി. പിന്നെ നമ്മളിതിൽ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഒഴിവാക്കിയിട്ട് പച്ചമുളക് മാത്രം ചേർത്തുകൊണ്ടും നമുക്ക് ഈ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് മാത്രമായിട്ട് നമുക്ക് കറി തയ്യാറാക്കാം. അതല്ല നിങ്ങൾക്ക് പച്ചമുളക് മുളക് പൊടി കൂടി ചേർത്തിട്ട്. അപ്പോൾ എരിവൊക്കെ നോക്കുക, നിങ്ങളുടെ ഇതനുസരിച്ച് നോക്കുക. മുളകിൻ്റെ പച്ചമുളക് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ ഇഞ്ചിയും വേണം. ഇഞ്ചിയുടെ ഒരു ഫ്ലേവറും നമുക്ക് ഈ കറിയിൽ വേണം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകിൻ്റെ ഒക്കെ ഫ്ലേവറാണ് ഈ കറിയിൽ കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കുന്നത്. ചിലർ ഇതിൽ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ഞാൻ ഇഞ്ചി, പച്ചമുളകും സവോളയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നമ്മൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇപ്പോൾ സവോള ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളി ചേർക്കാം കേട്ടോ. അരിഞ്ഞത് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയും ചേർത്ത് വഴറ്റും. അപ്പോൾ തക്കാളി വാടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തക്കാളിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലകൾ, അതായത് മസാലപ്പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പോൾ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കാം. നിങ്ങളിപ്പോൾ പച്ചമുളക് നല്ല എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് മുളക് പൊടിയൊക്കെ. പിന്നെ 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അത് പച്ചമുളകിൻ്റെ എരിവ് നോക്കി ചേർക്കാം കേട്ടോ. പിന്നെ 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ചിലരിതിൽ ഗരം മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനോട് എന്താ പറയുക, ഗരം മസാല ചേർക്കണതിൽ വലിയ താല്പര്യം തോന്നുന്നില്ല. നിങ്ങളിപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഗരം മസാല ചേർത്തോളൂ. അത് ചേർക്കുമ്പോൾ എന്താ വെച്ചാൽ ടേസ്റ്റ് ഡിഫറെൻ്റ് ആവും, വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതൊരു നമ്മളൊരു തനിയൊരു നാടൻ ടേസ്റ്റ്, ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗരം മസാല, വെളുത്തുള്ളി അതൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഒരു 1/2 ടീസ്പൂണോ ഗരം മസാല ചേർക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി നിങ്ങൾക്ക് ചേർത്ത് ഇഞ്ചിയുടെ ഒപ്പം വഴറ്റി ചേർക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ തനി ഒരു സിമ്പിളായിട്ടുള്ള ഒരു നാടൻ അതിലേക്കാണ് ഞാൻ കൊണ്ടുപോകണേ. അപ്പോൾ എന്തായാലും നമ്മൾ പൊടികളൊക്കെ ചേർത്തൊന്ന് വഴറ്റേണ്ട, പച്ചച്ചുവ മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെയും കഴിക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗരം മസാലയൊക്കെ ചേർത്ത് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കറി തയ്യാറാക്കാവുന്നതാണ്. അതല്ല ചോറിനൊക്കെ ആണെങ്കിൽ കുറച്ച് ഇതുപോലെ ഒരു നാടൻ വിഭവമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഗരം മസാലയും ചേർക്കാതെ നമുക്ക് തയ്യാറാക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ?
ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ഗരം മസാല ചേർക്കണമെന്നൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഒരു വേറെ ഫ്ലേവർ ആയിരിക്കും, വേറെ ടേസ്റ്റ് ആയിരിക്കും. അത്രയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. അപ്പോൾ അത് നമ്മൾ പച്ചച്ചോർക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് കുക്കാക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കുക്കാവട്ടെ, അതൊന്ന് തിളക്കട്ടെ, നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ചതിന് ശേഷം നമുക്ക് ഈ സ്റ്റേജ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടിയും ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളക്കട്ടെ. വേണമെങ്കിൽ മൂടി വെച്ചൊന്ന് വേവിക്കാം, ചെറിയ തീയിൽ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം, ആ വെണ്ടയ്ക്കയിൽ ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് അതിനും കുഴപ്പമില്ല. ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റണം. എന്നിട്ട് വേണം ലാസ്റ്റ് നമ്മൾ ഏകദേശം കറിയുടെ ഇതൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ വെള്ളം ഒന്ന് കുറച്ച് കുറയട്ടെ. അപ്പോൾ ഇത് ആ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ തേങ്ങാപ്പാൽ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തള വരുമ്പോൾ ഓഫ് ചെയ്യാം. കാരണം എന്താണെന്നറിയോ, നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് തിളപ്പിച്ചാൽ പാല് പിരിയും. അതുകൊണ്ട് ജസ്റ്റ് ആ തള ഒന്ന് ജസ്റ്റ് ആ സൈഡിലൊക്കെ തിളന്ന് വരില്ലേ, അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക പാൽ കറി റെഡി. ഓക്കെ, ലാസ്റ്റ് ആയപ്പോൾ എന്താണോ പറയാൻ കിട്ടുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ. തേങ്ങാപ്പാലിൽ കാരണം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരു സ്വീറ്റ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നോക്കുക, ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഉപ്പൊക്കെ നോക്കണം ഈ സ്റ്റേജിൽ. ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. പിന്നെ പാല് ഇതൊരു ചെറിയൊരു ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. മഴ തുടങ്ങി. ഞാൻ കുറച്ചുകൂടി പാലുണ്ടായിരുന്നത് ചേർക്കുകയാണേ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു എന്താ പറയുക, ഒരു മുറി നാളികേരം ചിരകിയിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ച് എടുത്തത് തേങ്ങാപ്പാൽ എടുത്തത്. അത് നമ്മൾ മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ട് കറിയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. സോ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക പാൽ കറി, അല്ലെങ്കിൽ വെണ്ടയ്ക്ക തേങ്ങാപ്പാൽ കറി എന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. സോ വെരി സിമ്പിൾ ആൻഡ് യമ്മി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഓക്കെ, നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കാം ഈ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്സൊക്കെ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ, അതായത് ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താ വേറൊന്നുമില്ല. അപ്പോൾ നമുക്കിനിയും നല്ല നല്ല റെസിപ്പീസായിട്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.